നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി തിരൂർ നഗരസഭ കാക്കടവ് സ്വപ്നനഗരി പ്രദേശത്ത് നടന്ന കുടുംബയോഗത്തിലെത്തിയ വി അബ്ദുറഹിമാനോടാണ് നാട്ടുകാർ പരാതി കെട്ടഴിച്ചത്. സ്വപ്നനഗരി പദ്ധതി എന്നുള്ളത് അന്ന് ഭൂവുടമകൾ 24 ഏക്കർ സ്ഥലമാണ് വിട്ടുതന്നത് സൗജന്യമായി. അതിൽ 21.5 ഏക്കർ നഗരസഭയ്ക്ക് തിരിച്ച് കിട്ടുകയും ബാക്കി ചെറിയൊരു ഭാഗം മാത്രമാണ് ഭൂവുടമകൾക്ക് നമ്മൾ തിരിച്ചു നൽകി അതിൻ്റെ ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഈ ഭൂവുടമകൾ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ പോയി. നമ്മൾ വിഷയമായതിനു ശേഷം ഈ ഒരു സ്വപ്നനഗരി പദ്ധതിയോട് ബന്ധപ്പെട്ട് തന്നെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു മാറ്റം തന്നെ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത്, താനൂർ MLA നമ്മൾ മത്സരിച്ചു. അപ്പൊ ഇന്ന് ഞാൻ തിരൂരിൽ തിരിച്ചെത്താൻ കാരണമാണ് ഇപ്പൊ താനൂരിൽ എനിക്ക് മത്സരിക്കാനും വിജയിക്കാനൊക്കെ തന്നെ കഴിയും. ഇപ്പൊ അവിടെ പ്രചരണം നടത്തുന്ന ആളുകൾ അനാവശ്യമായ പ്രചരണം നടത്തുന്നുണ്ട്. അതൊന്നും ഞങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാം, 2 തവണ ഇതേ ആളുകളെ പരിചയപ്പെടുത്തി തന്നെയാണ് ഞാൻ അവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോ ഇങ്ങോട്ട് മാറി എന്നുള്ളതിന് അവർ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോ മാറ്റത്തില് ആരും മോശമൊന്നും. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ബാങ്കിൽ നിന്നും മലപ്പുറത്തേക്ക് മാറിയത് അവിടെ കൂടുതൽ സൗകര്യത്തിനാണ്. ഇവിടെ തോൽക്കുമെന്ന് പേടിച്ചാണ്. പക്ഷെ ഞാൻ മാറിയത് ജയിക്കുന്ന ഒരു മണ്ഡലത്തിലേക്കല്ല ഞാൻ മാറിയിട്ട്. ഇവിടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അതിനുശേഷം എത്രയോ വർഷം കഴിഞ്ഞിട്ടും തിരൂരെന്ന നമ്മളൊക്കെ അടങ്ങുന്ന, ഞാൻ തിരൂര് വോട്ടറാണെന്ന് എനിക്ക് പറയാം, നമ്മളടങ്ങുന്ന ഈ പ്രദേശത്തിന് എന്താണ് ഇവർ നൽകിയിട്ടുള്ളത്? തിരൂര് ഇവിടെ മാത്രമൊന്നുമില്ല, ഏത് പ്രദേശം എടുത്തത് കുറെ കച്ചവട സ്ഥാപനങ്ങളുണ്ടാവും. ഇല്ല, നഗരസഭയിലെ ഏതെങ്കിലും ഷോപ്പ് റൂമുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പണത്തിനോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് കൊടുക്കും. അതല്ലേ ഇപ്പൊ തിരൂരിൽ നടത്തുന്നത്. എല്ലാ ഭാഗങ്ങളിലെ പെട്ടിക്കടകൾ നോക്കുന്നു, അതല്ലേ സ്ഥിതി. ഇപ്പൊ സെൻട്രൽ ജംഗ്ഷനിൽ മുമ്പ് ആ പെട്ടിക്കടൽ മാറ്റുമ്പോൾ അവർ ഒഴിവാക്കിയതാണ്. അപ്പൊ നമ്മൾ ഇടപെട്ടാണ് അന്ന് ആ കാലത്ത് തന്നെ ആ സെൻട്രൽ തിയേറ്ററിന് മുമ്പിൽ അവിടെ ഷോപ്പുകൾ അവർക്ക് തിരിച്ചു നൽകി. ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ചിലപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ തിരൂരിലെ നഗരസഭാ ഭരണകക്ഷിക്ക് ചിലപ്പോൾ അവർക്ക് ഒരു അനിഷ്ടം ഉണ്ടാവും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് താല്പര്യം ഉണ്ടാവും. 3 ഭാഗം തിരൂർ പുഴയാലും പടിഞ്ഞാറ് ഭാഗത്ത് റെയിൽവേ ലൈനും ചുറ്റപ്പെട്ട് കിടക്കുന്ന കാക്കടവ് സ്വപ്നനഗരി ദ്വീപിലെ താമസക്കാർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തിരൂർ ടൗൺ നോക്കിയാൽ കാണുന്ന അടുത്താണെങ്കിലും 3 കിലോമീറ്ററിലേറെ ചുറ്റി സഞ്ചരിച്ച് വേണം ടൗണിലെത്താൻ. നിലവിൽ തിരൂർ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം തകർന്ന സ്ഥിതിയിലാണ്. വലിയ ദ്വാരങ്ങളാണ് പാലത്തിലുള്ളത്. ഇതുമൂലം സ്കൂളിലേക്കും മദ്രസയിലേക്കുമുള്ള കുട്ടികളെ രക്ഷിതാക്കളാണ് പാലം കടത്തിവിടുന്നത്. സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളെ കാത്ത് പാലത്തിന് സമീപം കാത്തു നിൽക്കുന്ന സ്ഥിതിയുമാണ്. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്ന മുറവിളി ഉയർന്നെങ്കിലും അത് MLA അടക്കമുള്ളവരുടെ ബധിരകർണത്തിലാണ് പതിക്കുന്നതെന്നും സ്ത്രീകൾ പരാതി പറഞ്ഞു. കാക്കടവ് സ്വപ്നനഗരി പ്രദേശത്തേക്ക് തിരൂർ കൈതവളപ്പ് റോഡിൽ നിന്നും ഒരു പാലം നിർമ്മിച്ചാൽ നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമാകും. എന്നാൽ ലീഗ് MLA-മാർ ഇതിനായി മുൻകൈയെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്നു പോവുകയാണ് ലീഗുകാരെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ എത്തുന്നതറിഞ്ഞ് സ്വപ്നനഗരി പദ്ധതിയിൽ ഭൂമി നൽകിയ ഭൂവുടമകളും എത്തിയിരുന്നു. വി അബ്ദുറഹിമാൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന കാലത്താണ് സ്വപ്നനഗരി പദ്ധതിക്കായി ലാൻഡ് പൂളിംഗ് വ്യവസ്ഥയിൽ നിരവധി പേർ ഭൂമി നൽകാമെന്ന കരാർ വെച്ചത്. ഇതിന് ലീഗ് തുറങ്കം വെച്ചതോടെ ഭൂവുടമകളും കുരുക്കിലായി. താൻ ജയിച്ചാൽ പഴയ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി തനിക്ക് പിന്തുണ നൽകണമെന്നും വി അബ്ദുറഹിമാൻ അഭ്യർത്ഥിച്ചു. IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.